224 റൺസാണ് ഡൽഹി ഇന്ന് അടിച്ചുകൂട്ടിയത്. സെക്കൻഡ് ബാറ്റിംഗിൽ ഗുജറാത്തിന് ജയിക്കാൻ സാധിച്ചില്ല. ഡൽഹിയുടെ ബൗളേഴ്സിന് മുന്നിൽ ഗുജറാത്ത് മുട്ടുമടക്കി. ഡൽഹി ഇന്ന് മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് ഡൽഹി കളി ജയിക്കാൻ കാരണം അത് ഋഷഭ് പന്താണ്. താരം ഇന്ന് 88 റൺസാണ് അടിച്ചുകൂട്ടിയത്. ലാസ്റ്റ് ഓവറിൽ 4 സിക്സാണ് ഋഷഭ് പന്ത് ഇന്ന് അടിച്ചത്. അതുപോലെ അക്സർ പട്ടേലും മികച്ച കളി പുറത്തെടുത്തു. ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് ഋഷഭ് പന്തായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഗുജറാത്ത് വീണ്ടും നാണം കെട്ടിരിക്കുകയാണ്. പാണ്ഡ്യ പോയപ്പോൾ ഗുജറാത്ത് ഡൗൺ ആയിരിക്കുകയാണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ല. IPL ആയിരുന്നു എൻ്റെ തിരിച്ചുവരവ്. അതുകൊണ്ട് എനിക്ക് നല്ല കളി ഇവിടെ കാഴ്ചവെക്കണം. ഞാൻ ആദ്യമായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ ഞാനും സഞ്ജുവുമായിരുന്നു കീപ്പർ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചത്. എന്നേക്കാൾ മികച്ച ഒരു കളിക്കാരനായിരുന്നു സഞ്ജു. പക്ഷേ എനിക്കാണ് കീപ്പർ ആവാൻ യോഗ്യത കിട്ടിയത്. സഞ്ജു എന്നും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതുപോലത്തെ ഒരു ഫ്രണ്ടിന് കിട്ടിയത് എനിക്ക് അഭിമാനമാണ്. ഇന്നത്തെ കളി ഞങ്ങളെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായിരുന്നു. തോറ്റാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് ജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ഞാനാണ് ഡൽഹി ടീമിൻ്റെ ക്യാപ്റ്റൻ. അതുകൊണ്ട് എൻ്റെ കടമ ഞാൻ കൃത്യമായി നിർവഹിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഋഷഭ് പന്ത് വ്യക്തമാക്കി. ആ പഴയ പന്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. 88 റൺസാണ് പന്ത് ഇന്ന് അടിച്ചുകൂട്ടിയത്. താരത്തിൻ്റെ ആ ലാസ്റ്റ് ഓവർ മറക്കാൻ സാധിക്കില്ല. മോഹിത് ശർമ്മയ്ക്ക് കണക്കിന് കിട്ടി. സിക്സറുകൾ മാത്രമാണ് ഋഷഭ് പന്ത് ഇന്ന് പായിച്ചത്. ഡൽഹിക്ക് ഇന്ന് കൂറ്റൻ ടാർഗറ്റ് ലഭിക്കാൻ കാരണം ഋഷഭ് പന്തും അക്സറുമാണ്. രണ്ടുപേരും തകർത്തടിച്ചു. സായ് സുദർശൻ കളിച്ചുവെങ്കിലും ഗുജറാത്തിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഡൽഹി ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.